ഒരാൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് എങ്ങനെ ബലി നമുക്ക് ആചരിക്കാൻ പറ്റും? ഇന്ന് വരെ ജീവിതത്തിൽ ബലിയിടാത്തവർക്കും, ഉം. ഈ ബലിയിടേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർക്കും, ഉം. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇരിക്കാൻ നോക്കുന്നവർക്കും ഉം. ഒക്കെ വേണ്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കിയതാണത്. ഈ എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞു തരുന്നതെന്ന് അറിയാമോ? ഈ കാരണം പറഞ്ഞ് എൻ്റെ കയ്യിൽ അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ബലി മുട്ടിക്കരുത്. ഇപ്പൊ തിരുമേനി പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇത് വിദേശങ്ങളിലൊക്കെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് നമുക്ക് നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞത് ഏത് അറ്റത്തുനിന്നും ഉള്ളവനും ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന ചെയ്യാവുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇത്ര ഒന്നുമില്ല. ഉം. നമ്മൾക്ക് ഇച്ചിരി കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഇടേണ്ടി വരുന്നത്. എന്താണ് സത്യത്തിൽ പിതൃബലി? ബലി അവനവനിലേക്കാണ്. നമ്മൾ നമ്മളുടെ മനസ്സിലേക്കാണ് ഈ ബലിയെല്ലാം ഇടുന്നത്. എന്താണ് ഈ അരി, എള്ള്, പൂവ്, ചന്ദനം ഇതിന്റെ പ്രസക്തി? എൻ്റെ പിതൃക്കൾക്കെല്ലാം സുഖമുണ്ടാവട്ടെ, എൻ്റെ പിതൃദേവതകൾ എനിക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് ജപിച്ച് വെള്ളം വീഴ്ത്തിയാൽ മതി. ജന്തുഹത്യ ഉണ്ടായില്ലേ? ഉണ്ടായി. അതിനൊക്കെ പരിഹാരമാണ് പാർവണ ശ്രാദ്ധം, കർക്കിടക വാവിനുള്ള ബലി. ഇതിനു മുമ്പിട്ട ബലികളൊക്കെ തന്നെ ഈ കർക്കിടക വാവിനാണത്രേ സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. ഇതിലും എളുപ്പത്തിൽ ഇനി ചെയ്യാൻ പറ്റില്ല. തിരുമേനി, കർക്കിടക വാവാണ് വരുന്നത്. അപ്പോൾ കാലിക പ്രസക്തമായിട്ട് പിതൃബലിയെ പറ്റിയിട്ട് അങ്ങെല്ലാം അറിയണമെന്നുണ്ട്. എന്താണ് സത്യത്തിൽ പിതൃബലി? നമ്മൾ ഓരോ മനുഷ്യരും ഓരോരോ ജന്മങ്ങൾ, അല്ലേ, അനവധി ജന്മങ്ങൾ എടുത്തെടുത്താണ് വരുന്നത്. ഉം. അപ്പം എനിക്ക് പൂർവ്വജന്മത്തിൽ എനിക്ക് അറിയുന്ന ജന്മങ്ങളുണ്ട്, ഉം. അറിയാത്തതുമുണ്ട്. ഉം. അപ്പം ഞാൻ എവിടെയൊക്കെയോ മനുഷ്യനായിട്ട് ഒരുപാട് തവണ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉം. എനിക്കും മക്കളുണ്ട് ആ ജന്മത്തിൽ. ഉം. ഈ ജന്മത്തിലുണ്ട്. ഉം. ഞാൻ പലരുടെയും മുത്തശ്ശനായിട്ടുണ്ട്, ഇനി ആവാനും പോകുന്നുണ്ട്, അല്ലേ? ഉം. അപ്പോൾ എല്ലാ കർക്കിടകവാവിനും അവർ ബലി ഇടുന്നുണ്ടെന്ന് തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ എല്ലാ ആണ്ടിനും അവരെനിക്ക് ബലി ഇടുന്നു ബലിയിടുന്നുണ്ട്. ആണല്ലോ. ഉം. കഴിഞ്ഞ എൻ്റെ പൂർവ്വജന്മത്തിലിട്ട ബലി, എൻ്റെ മക്കൾ തലമുറകളോ ഇടുന്ന ബലി എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പിതൃവായിട്ട് സങ്കല്പിച്ച ഞാൻ അറിയുന്നുണ്ടോ? ഇല്ല, അറിയുന്നില്ല. അപ്പോൾ എന്തിനാണ് പിന്നെ ബലി? എന്തിനേയും ചോദ്യം ചെയ്യണം. ഉം. ബലി എന്തിനാ? ഞാൻ അറിയുന്നേ ഇല്ല. പിന്നെ എനിക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ ബലിയിട്ടാൽ ഇത് ആർക്കാണ് കിട്ടുന്നത്? നമ്മുടെ ചിത്തത്തിനാണ് ബലിയിടുന്നത്. ശരി, ചിത്തം പോന്നല്ലോ ഇങ്ങോട്ട്. ആ. അപ്പോഴും ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഇല്ല, കിട്ടുന്നില്ല. നോക്കൂ, ബലി അവനവനിലേക്കാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദേവന്മാരോട്, ഋഷിമാരോട്, പിതൃക്കളോട് നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ പിതൃക്കളോട് എന്താ എനിക്ക് കടപ്പാട്? എനിക്ക് ഒരു രൂപയുടെ നാരങ്ങ മിഠായി പോലും വാങ്ങിച്ചു തരാത്തവരാ വരുന്നു പറയും അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ. നിങ്ങളുടെ ശരീരം എവിടെ നിന്നുണ്ടായി? അവരിൽ നിന്ന് വന്നല്ലേ? അവരോട് കടപ്പാട് മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശനുണ്ടായിരുന്ന മറക് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ? ഉണ്ട്. ശബ്ദം വരുന്നുണ്ട്. എല്ലാം വരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഈ സാധനം എവിടെ നിന്ന് വരുന്നു? ഇത് റെക്കോർഡഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ നിന്ന് ഇതൊരു ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ പിതൃ എന്ന് പറയുന്ന ആളുകളോട് എന്താ നമുക്കൊരു കടപ്പാട് ഉണ്ട്. നമുക്ക് ഇന്നുള്ള ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അവരിൽ നിന്ന് വന്നതാണ് നമുക്ക്. അപ്പോൾ ആ ഋണത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരു യജ്ഞമാണ് പിതൃയജ്ഞം. ഇത്തരത്തിലുള്ള പിതൃയജ്ഞങ്ങൾക്ക് ഒരുപാട് രീതിയുണ്ട്. അതിൽ ഏറ്റവും സുഖമായിട്ടുള്ള രീതിയാണ് ബലി. ബലി. ഇതല്ലാതെ വേറെ പദ്ധതിയുണ്ട്. ഇപ്പം നമസ്കാരം കഴിക്കാൻ പറ്റും. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളെ ഇരുത്തി കാല് കഴിച്ച് ഊട്ടുകയാണ്. ഈ കാല് കഴിച്ചൂട്ടെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഓരോരുത്തർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതായത് ഉണ്ട് ചെയ്യുന്നത്. ദളിതരായിട്ടുള്ള ആളുകളെ കൊണ്ട് കാല് കഴിപ്പിച്ചിട്ട് സവർണരെല്ലാം കൂടെ ഉണ്ണുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു പത്രത്തിൽ എഴുതി വന്നു. മനസ്സിലായി. സത്യത്തിൽ കാല് കഴുകുന്നത് ഇതിൽ ഏറ്റവും വലിയ മൂർത്ത സവർണൻ ആ കാല് കഴുകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ തന്ത്രിയാണ് കാല് കഴുകുന്നത്. കുറച്ച് പേരെ ഇരുത്തിയിട്ട് കാല് കഴുകി അവർക്ക് വിളമ്പി കൊടുത്ത് അവരുണ്ണുന്ന ഇല വരെ എടുത്ത് കളയണം. മനസ്സിലായി. ഇതാണ് കാല് കഴിച്ചൂട്ടെന്ന് പറഞ്ഞത്. അവരെല്ലാം മഹാവിഷ്ണു സങ്കല്പത്തിലാണ്. വിഷ്ണുവിൻ്റെ 12 കേശവാദി 12 നാമങ്ങളെ കൊണ്ട് 12 പേരെ ഇരുത്തിയാണ് കാല് കഴിച്ചൂട്ടുന്നത്. അതുപോലെ അവനവൻ്റെ പിതൃവായിട്ടും മഹാവിഷ്ണുവായിട്ടും ഒക്കെ സങ്കല്പിച്ച് ഒരാളെയോ ഒന്നിലധികം ആളുകളെയോ ഊണ് കഴിപ്പിച്ചാൽ, അവർക്ക് തൃപ്തിയായിട്ടൊരു ഊണ് കഴിച്ചാൽ അത് പിതൃബലി പോലെ തന്നെ കണക്കാക്കും. അതേ ഫലം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി അടുത്തുള്ള കുട്ടികളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടികളെ പിതൃവായിട്ട് സങ്കല്പിച്ച് കുട്ടികൾക്ക് കൊടുത്താലും ഇതേ ഫലം തന്നെ വരും. ഇതേ ഫലം കിട്ടും. അതിന് നമ്മൾ ഈ ഓണം, വിഷു ഒക്കെ ആകുമ്പോൾ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിതൃക്കൾക്കായിട്ട് വിളക്കിന് മുമ്പിൽ വെക്കുന്നത്. അത് കഴിക്കുന്ന ആരാ പിന്നെ? ഉറുമ്പുകളാണ്. അതെ. മറ്റ് ജീവിവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത്. അതെ, അതെ, അതെ. അപ്പോഴും ഇതേ ഫലം കിട്ടും. കാക്കയ്ക്ക് ചോറ് കൊടുത്താലും കിട്ടും, മത്സ്യങ്ങൾക്ക് കൊടുത്താലും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? തൃപ്തി എന്ന് പറയുന്ന സങ്കല്പമാണ് പിതൃവിന്. അപ്പം ഞാൻ എന്തൊക്കെ ദാനം ചെയ്താലും ഇനി വാങ്ങുന്നവർ ഇനിയും തന്നുകൊണ്ടിരിക്കാൻ പറയും. പക്ഷെ ഞാൻ ഒന്ന് ഊണ് കഴിച്ചു, നമ്മളിപ്പോൾ ഊണ് കഴിച്ച് രണ്ടാമതും കൂടി വിളമ്പട്ടെ എന്ന് വെച്ചാൽ മതി. തൃപ്തിയായി. തൃപ്തിയായി. ആ തൃപ്തി എന്ന് പറയുന്നതാണ് പിതൃ. ഏറ്റവും എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതാണ് അന്നം. ഇതാണ് അന്നത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മനസ്സിലായി. നമ്മളുടെ മനസ്സിലേക്കാണ് ഈ ബലിയെല്ലാം ഇടുന്നത്. മനസ്സിലായി. ഇപ്പം എന്നെ പഠിപ്പിച്ച വത്സല ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് 5ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ വാങ്ങിത്തന്നു, ഉടുപ്പ് വാങ്ങിത്തന്നു, അന്ന് ഒന്നുമില്ലാത്ത കാലത്ത് ചെരുപ്പ് വാങ്ങിത്തന്നു, പഠിപ്പിച്ചു, വീട്ടിൽ കൊണ്ട് വിട്ടു, ബസ് കൂലി തന്നു. ടീച്ചർ മരിച്ചുപോയി. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ സാധനം കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
ഉം. ഇല്ലേ? ഉം. ആ സംഗതിക്ക് പരിഹാര പിതൃബലി. നമുക്ക് അങ്ങനെ ബന്ധമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ പാല് തന്ന പശുവിന് ഒരു ബലിയിടാം. വീട്ടിൽ കുറേ കാലം ചക്ക തന്ന പ്ലാവില്ലേ, അതിനും ബലിയിടാം. നിങ്ങൾക്ക് വേണ്ടി മരിച്ച അനവധി ജീവികൾ വേറെ ഉണ്ട്. നിങ്ങൾ നെല്ല് കുത്തി, മനസ്സിലായി. അരച്ചു, അരച്ചു. വിറക് കീറി, തേങ്ങ പൊതിച്ചു, പല പണിയും ചെയ്തില്ലേ? ചെയ്തു. അപ്പോഴൊക്കെ മരിച്ചില്ലേ ഓരോരുത്തർ? ജന്തുഹത്യ ഉണ്ടായില്ലേ? ഉണ്ടായി. അതിനൊക്കെ പരിഹാരമാണ് പാർവണ ശ്രാദ്ധം, കർക്കിടക വാവിനുള്ള ബലി. കർക്കിടകവാവിന് അതാണ് കർക്കിടകവാവിനുള്ള ബലിക്കുള്ള ആ ബലിയുടെ പ്രാധാന്യം അതാണ്. വ്യാഴത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ്. അതായത് 12 വർഷം കൊണ്ടാണ് വ്യാഴം ഒന്ന് ചുറ്റിക്കറങ്ങി വരുന്നത്. ചുറ്റിക്കറങ്ങി വരിക. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ ദിവസവും പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട സമയമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. കറുത്തവാവ് അന്ന് സകല പിതൃക്കൾക്കും ബലിയിടുന്നുണ്ട്. ബലിയിടാം. ശരിക്കും പറയണത് ഇതിനു മുമ്പിട്ട ബലികളൊക്കെ തന്നെ ഈ കർക്കിടക വാവിനാണത്രേ സ്വീകരിക്കാൻ പറ്റുന്നത്. അന്നാണ് ആ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഉം. ഇനി ഞങ്ങൾ ദുബായിലായിപ്പോയി, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യും? ഏറ്റവും നല്ല സുഹൃത്തിനെ വിളിച്ചു വരുത്തി നന്നായി ഭക്ഷണം കൊടുക്കുക. ബലിക്ക് തുല്യമാണ്. നമ്മുടെ സങ്കല്പം അങ്ങനെ ആയാൽ മതി. പിന്നെ മറ്റു ജീവികൾക്ക് എന്തെങ്കിലും കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക. കാക്കയ്ക്കോ അല്ലെങ്കിൽ ഉറുമ്പുകൾക്കോ മത്സ്യങ്ങൾക്കോ അതൊക്കെ ബലിക്ക് തുല്യവും. അതും പറ്റണില്ല, ഒരു രക്ഷയില്ല. അപ്പം ഒരു ദാനം കൊടുക്കുക. നമ്മൾ പറയുന്നത് സാധാരണ ബ്രാഹ്മണ ദാനം എന്ന് പറയും. അപ്പോൾ ഉടനെ മറ്റേ പൂണൂലിട്ട് അവർക്ക് തിന്നാനുള്ള അതല്ല. നിയതിയില്ലേ, നിയതിക്ക് അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ? മനസ്സിലായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. വളരെ നമ്മളങ്ങനെയുള്ളവർ പറയും സാത്വികനാട്ടോ, വളരെ സാധുവായാൾ. എല്ലാ സമുദായത്തിലും ഉണ്ട് ബ്രാഹ്മണൻ, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ ദേശത്തും ബ്രാഹ്മണനുണ്ട്. മനസ്സിലായി. ഒരു അവസ്ഥയാണ്, വർണ്ണമാണ്, അല്ല ജാതി അല്ലത്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരാളെ അറിയാം. ഞങ്ങളുടെ അപ്പുറത്തെ കുട്ടപ്പഞ്ചേട്ടനുണ്ട്. ആരോട് പഴക്കിനെന്ന് പോകുന്ന നല്ല സാത്വികനാണ് അദ്ദേഹം. കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കി വൈകുന്നേരം നാമം ജപിച്ച് വീട്ടിൽ സ്വസ്ഥമായിട്ട് കഞ്ഞിയും കുടിച്ചാണെന്ന് ഉറങ്ങുന്ന മനുഷ്യനാണ്. ഒരു വഴക്ക് ഇന്നും ഒരാരോടും ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായി. ആർക്ക് പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിനൊരു ദാനം കൊടുക്കുക. ഒരാഴ്ച അദ്ദേഹത്തിന് കഴിയാനുള്ള പച്ചക്കറി, അരി, മറ്റ് സാമഗ്രികളെല്ലാം കൂടെ ദാനം കൊടുക്കുക. അതും ബലിക്ക് തുല്യമായിട്ടുള്ള. അതും ബലിക്ക് തുല്യമാണ്. കൊടുക്കുമ്പം വാഴപ്പഴവും പച്ചക്കായും രണ്ടും ഉണ്ടാവാൻ ശ്രദ്ധിച്ചാൽ മതി. ഉണ്ടാവണം. പഴവും വേണം, പച്ചയും വേണം. പച്ചയും വേണം. അതിന് എന്താണ് അത് പ്രാധാന്യം? ഒരു ഗൃഹസ്ഥന് നമ്മൾ കൊടുക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിരിക്കണം. സന്യാസിക്ക് കൊടുക്കുമ്പോൾ ഇതൊന്നുമല്ല, വേറെ കുറെ കാര്യങ്ങളാണ് വേറെ കൊടുക്കേണ്ടത്. അത് വേറൊരു ധർമ്മമാണ് സന്യാസിയുടെ. ഗൃഹസ്ഥൻ്റെ വേറൊരു ധർമ്മമാണ്. ഒരു കുട്ടിക്ക് ഇതല്ല കൊടുക്കണ്ടേ. ഓരോരുത്തർക്കും ഓരോ ലിസ്റ്റ്. ഒരു ഉപനയനം കഴിഞ്ഞ കുട്ടിക്ക് നമ്മൾ ദാനം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണ്ടേ? കാവ്യ വസ്ത്രവും കടുക്കാത്തോടും കരിമ്പടവും കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവന് നമ്മൾ കൊടുക്കുന്നത് രുദ്രാക്ഷവും എഴുതാനും പഠിക്കാനുള്ള സാധനങ്ങളും ഓലയൊക്കെയാണ് അന്നത്തെ. ഇന്നാണെങ്കിൽ പുസ്തകവും ബുക്കും പേനയും ബോക്സും ഒക്കെ കൊടുക്കണം, കാൽക്കുലേറ്ററും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണം. വേണം ഒരു ലാപ്ടോപ്പ് വരെ ആവാം, മേടിച്ചുകൊണ്ട് കൊടുക്കാം. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഗൃഹസ്ഥന് വീട് നടത്തിക്കൊണ്ട് പോകാനുള്ള സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. പഴം വേണം, പച്ചക്കായ വേണം, മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കണ്ടേ? മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത്. പിന്നെ അരിക്ക് പ്രാധാന്യം കൂടുതലാണ്. കാരണം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു ധാന്യമാണ് അരി. ഇതെല്ലാം ചന്ദ്രനുമായി ബന്ധപ്പെട്ട വഴി കൂടെയാണ് ഇതിൻ്റെ പദ്ധതികളെല്ലാം കിടക്കുന്നത്. അതുകൊണ്ടാണ് അരിക്ക് കൂടുതൽ പ്രാധാന്യം. അരി കൊടുക്കാൻ പറയുന്നത്. പിന്നെ അരിക്ക് മനസ്സുമായിട്ട് ബന്ധമുണ്ട്. ചന്ദ്രനായിട്ട് ബന്ധം വന്നപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി. മനസ്സിലായി. നന്നായിട്ടൊരു ഊണ് കഴിച്ചാൽ ആ ഊണ് കൊടുത്ത ആൾ നല്ല വൃത്തിയായിട്ടാണ്, അവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും, സമാധാനവും വരും. സത്യമാണ്. അപ്പം ഇത് ഒരു മാർഗം. ഇപ്പം തന്നെ 3-4 മാർഗം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, സാഹചര്യമുണ്ട്, ബലിയിടാം. 5 മിനിറ്റ് മതി, 5 മിനിറ്റ്. ബലി ഇടുന്നതിനല്ല തിരുവനി പ്രശ്നം. ഇത് വേറെ ഒരാള് ചെയ്യിപ്പിക്കാൻ വേണ്ടതെന്നുള്ള അവനവൻ തന്നെ ഇടാനുള്ളതേ ഉള്ളൂ. ഇത് അത്രേ ഉള്ളൂ. പിന്നെ അവൻ ഇതിന് വലിയ മന്ത്രങ്ങളൊന്നും അല്ല ആവശ്യം, സങ്കല്പങ്ങൾ ആവശ്യം. അതെങ്ങനെയെന്ന്? ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഋഷി ഛന്ദസ്സും പോലും ഇല്ലാതെ ജപിക്കാം ഈ ആവശ്യത്തിന്. കാരണം ഇതിൻ്റെ എല്ലാം ഈ പിതൃ സഞ്ചയത്തിൻ്റെ എല്ലാം ദേവത ആരാണ്? വിശ്വദേവതകളാണ്, വിഷ്ണു തന്നെയാണ്. നമ്മൾ ആർക്കൊക്കെ ബലിയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെല്ലാം സങ്കല്പിച്ചൊരു ഉരുള ഉരുട്ടി വയ്ക്കുക. ഏതൊക്കെ പിതൃസഞ്ചയങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നോ അവരെല്ലാം സങ്കല്പിച്ചൊരു ഉരുള ഉരുട്ടി വയ്ക്കുക. മൊത്തം പിതൃലോകയില്ലേ, അവരെയും കൂടെ സങ്കല്പിച്ചൊരു ഒരു ഉരുളയും കൂടെ ഉരുട്ടി വയ്ക്കുക. 3 ഉരുള. ഇനി നിങ്ങൾക്ക് അച്ഛനും മുത്തച്ഛനും പ്രേര വേണം തോന്നുകയാണെങ്കിൽ ഓരോ ഉരുളയും കൂടെ വെച്ചോ, ആദ്യം തന്നെ വെച്ചോ. എല്ലാം കൂടെ ഒരെണ്ണം മതി. എന്നിട്ട് എള്ള് കൊണ്ട് വെള്ളം വീഴ്ത്തുക, എള്ള് കയ്യിലെടുത്ത് പിടിച്ച് വെള്ളം വീഴ്ത്തുക, ഈ പിതൃതീർത്ഥം വഴി വെള്ളം വീഴ്ത്തുക. എല്ലാത്തിനും സങ്കല്പം ഇതാണ്: എൻ്റെ പിതൃക്കൾക്കെല്ലാം സുഖമുണ്ടാവട്ടെ, എൻ്റെ പിതൃദേവതകൾ എനിക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് ജപിച്ച് വെള്ളം വീഴ്ത്തിയാൽ മതി. ഇനി അത് ജപിക്കാൻ വിഷമാണെങ്കിൽ നാരായണ 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 എന്ന് ജപിച്ച് വീഴ്ത്തിയാൽ മതി. ഒരു വാഴയില എടുത്ത് വെച്ച് തെക്കോട്ടിരുന്ന് ബലിയിടണം. തെക്കോട്ടിരുന്ന് വേണം ചെയ്യാൻ. പൂവില്ലെങ്കിൽ ഇല്ല.
പൂ ഉണ്ടെങ്കിൽ പൂക്കളൊക്കെ എടുക്കാം. ഉം. എള്ളും ചോറും ഇല്ലാതെ പറ്റൂല. എന്തായാലും വേണം. എന്തായാലും വേണം. ചോറ് ഒഴിവാക്കി വേണം അരിയാക്കാം. പക്ഷെ എന്നാലും പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ മറ്റേ ഒരാൾ പറഞ്ഞ പോലെ ഇല എടുത്ത് വെച്ച് ഇല മാത്രമേ ഉള്ളൂ. ചോറുണ്ടെന്ന് സങ്കല്പിച്ച്, എള്ള് കയ്യിലുണ്ടെന്ന് സങ്കല്പിച്ച്, വെള്ളം കയ്യിലുണ്ടെന്ന് സങ്കല്പിച്ച്, പിന്നെ ബലി നടന്നായിട്ട് സങ്കല്പിച്ചാൽ പോരെ എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു മിനിമം സാധനം ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. എള്ളും അരി എന്തായാലും വേണം. തിരുമേനി എന്താണ് ഈ അരി, എള്ള്, പൂവ്, ചന്ദനം ഇതിന്റെ പ്രസക്തി? പിതൃക്കളുടെ പുഷ്പം ഏതാണ്? യമന്റെ പുഷ്പമാണ് പിതൃക്കൾക്ക് ഏറ്റവും വിശേഷം. ചെറുള. ചെറുപുളയാണ്. ആ. അപ്പോൾ എല്ലാവരും ധാരണയുണ്ട് ബലിക്ക് മാത്രമേ ഈ സാധനം എടുക്കുള്ളൂ എന്ന്. ഇല്ല, ഇത് പുഷ്പാഞ്ജലിക്കൊക്കെ എടുക്കാം. ദശപുഷ്പത്തിൽ പെടുന്നതാ. ദശപുഷ്പമാല ആറാടി കയറുന്ന ദേവനെ ദശപുഷ്പമാല ചാർത്തിയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. വിശേഷമായിട്ടുള്ള എന്ത് വിഷയത്തിനും ക്ഷേത്ര സംബന്ധിയായിട്ട് ദശപുഷ്പം ചാർത്തണം. ചാർത്തണം. അഷ്ടമംഗലി തട്ടുണ്ടാക്കിയാൽ അപ്പോഴും ദശപുഷ്പം വേണം. തിരുവാതിര ദശപുഷ്പം വേണം. കണിക്ക് കാണിക്കാനായിട്ട് ഉള്ള ദ്രവ്യങ്ങളിൽ ദശപുഷ്പം വേണം. അതിലെല്ലാം ചെറുവിളയില്ലേ? എല്ലാം വരുന്നുണ്ടായിരുന്നു. നിലപ്പന, ചെറുവിള എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുവിളയൊക്കെ ചാർത്തുന്നതാണ്. അപ്പോൾ ആ ബലിക്ക് വിശേഷമാവാൻ കാരണം ഇത് യമന്റെ പുഷ്പമാണ്. എള്ള് യമന്റെ ധാന്യമാണ്. ശനിയുടെ ധാന്യമാണ്. യമന്റെ ധാന്യമാണ്. അതുകൊണ്ട് എള്ളെടുക്കുന്നു. ഈ പിണ്ഡം മാസം ഉണ്ടല്ലോ, ഈ ഈ ചിത്തം എന്ന് പറയുന്ന സാധനത്തെ സ്വാധീനിക്കേണ്ട ധാതു എന്താണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ധാന്യം എന്താണ്? മനസ്സിന്റെ സാധനമാണ്. ചന്ദ്രനെയാണ് വേണ്ടത്. അരി. അതുകൊണ്ട് അരി എടുക്കും, ചോറെടുക്കുന്നു. ചന്ദനം നമുക്ക് ജലഗന്ധ പുഷ്പങ്ങളിൽ എല്ലാം ചന്ദനം കോമൺ ആയിട്ട് വേണം. കാരണം ചന്ദനം പ്രതിനിധാനം ചെയ്യുന്നത് പൃഥ്വി തത്വത്തെയാണ്. ഇപ്പം ഞാനൊരു ചൈതന്യം ഇവിടെ ആവാഹിച്ച് വരുത്തി, ഞാൻ കൊടുക്കുന്ന പൂജ എല്ലാം ഭൗതികമാണ് അല്ലേ? വെള്ളം, ചന്ദനം, പൂവ്, ധൂപം, ഇങ്ങനെയാണല്ലോ പൂജ നടക്കണോ? ഞാൻ ഈ കൊടുക്കുന്ന ഭൗതികമായ ദ്രവ്യങ്ങളെ സ്വീകരിക്കണമെങ്കിൽ വന്ന ചൈതന്യത്തിന് ഭൗതികമായ ഒരു ശരീരം വേണ്ടേ? കുറഞ്ഞ പദ്ധതിയിൽ അത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചന്ദനം എന്ന് പറയുന്ന പൃഥ്വിയാകുന്ന വസ്തു കൊണ്ട് വ്യാപിപ്പിക്കണം. എവിടെയാണോ ഉള്ളത് അവിടെ സങ്കല്പിക്കണം ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന്. അതിനാണ് ചന്ദനം. ചന്ദനത്തിൻ്റെ പ്രസൻസാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ചന്ദനം ഇല്ലെങ്കിലോ എന്നൊരു ചോദ്യം ഇപ്പോൾ വരും. മഞ്ഞളെടുക്കാം. മഞ്ഞളില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി എടുക്കാം. അതില്ലെങ്കിലോ അഷ്ടഗന്ധം എടുക്കാം. വ്യാപിപ്പിക്കാൻ പറ്റിയത് നമുക്കവിടെ വേണം. ഗന്ധം. അതും ഇല്ലെങ്കിലോ ചന്ദന തൈലം എടുക്കാം. ഇനി അതും ഇല്ലെങ്കിലും വെച്ചാൽ എന്തെങ്കിലും പെർഫ്യൂം എടുക്കാം. സുഗന്ധം ഉള്ള എന്തെങ്കിലും. ഈ എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞു തരുന്നതെന്ന് അറിയാമോ? ഈ കാരണം പറഞ്ഞ എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ബലി മുട്ടിക്കരുത്. ബലിയിൽ തന്നെ ഇപ്പം തിരുവനന്തപുരം പറഞ്ഞല്ലോ, 3 ഉരുള നമ്മൾ സങ്കല്പിച്ച് വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത് നമ്മൾ സാധാരണ ഒഴുക്കുള്ള ജലത്തിലേക്ക് കളയാണല്ലോ ചെയ്യുന്നത്. അതിനെങ്ങനെ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്തൊരു ജലാശയം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ജലാശയം ഇല്ലെങ്കിലും മണ്ണിൽ കുഴിച്ചിടാം. കുഴിച്ചിടാം. കുഴിച്ചിട്ടാലും ഇത് സൂക്ഷ്മമായിട്ട് തന്നെ ഭക്ഷിക്കപ്പെടും. ഇപ്പം തിരുവനന്തപുരം പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇത് വിദേശങ്ങളിലൊക്കെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന, അവിടെ നമുക്ക് ജലാശയത്തിൽ അങ്ങനെ ഇറങ്ങാനും പറ്റുമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല. അവിടെ ഇട്ട് കുഴപ്പമുണ്ടാക്കരുതെന്ന് മനസ്സിലായി. അവിടെ വെള്ളത്തിൽ ഇങ്ങനെ വലിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ കൊണ്ടുവന്ന് ഒരു തടാകത്തിൽ അവിടെ അങ്ങനെ ഒരു പദ്ധതി ഇല്ലാത്തടത്ത് ഇതുപോലെ ചോറും ഇലയും കൂടെ കൊണ്ട് അവിടെ ഇട്ട് വൃത്തികേടാക്കി അവരുടെ തല്ലു മേടിക്കരുത്. ഇതൊക്കെ സ്വകീയമായ പദ്ധതിയാണ്. ഇതിനെ അവനവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ചുരുക്കാൻ പഠിക്കണം. അല്ലാണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടന്ന് നാശം ഉണ്ടാക്കാൻ പഠിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? എല്ലാം ഉള്ളിലേക്ക് തിരിഞ്ഞ് ചെയ്യേണ്ട പദ്ധതികളാണ്. അല്ലാതെ ഇതൊന്നും വഴിയിൽ ഇറങ്ങിയാണെന്ന് കുഴപ്പമുണ്ടാക്കി ഇപ്പം ചില ആൾക്കാർ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം നടന്നു. അങ്ങനെയൊന്നും അല്ല ഇത്. നമുക്ക് നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞത് ഏത് അറ്റത്തുനിന്നും ഉള്ളവനും ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് നിയമം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. തിരുവനി, നമുക്ക് ഒരാൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് എങ്ങനെ ബലി നമുക്ക് ആചരിക്കാൻ പറ്റും? ഇപ്പോൾ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യം ലളിതമായിട്ടാണ്. അപ്പോൾ ഈ എല്ലാവരും മന്ത്രവും എല്ലാം പഠിച്ചിട്ടൊന്നുമല്ല വരുന്നത്. എല്ലാവർക്കും ഓം നമോ നാരായണായ എന്ന് ജപിക്കാമല്ലോ. ഈ ഒരു വിഷയത്തിന് നമ്മൾ പ്രത്യേക ഉപദേശം ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം തലേ ദിവസം ഉപവാസം എടുക്കുക. ഉപവാസം മീൻസ് ഒരിക്കലെടുത്താൽ മതി. അതായത് ഒരു നേരം അരിയാഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിഞ്ഞിട്ട് പിന്നൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനി അതല്ല വൈകിട്ട് വിശക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പഴങ്ങളോ എന്തെങ്കിലും ചെറിയതായിട്ടൊക്കെ കഴിച്ച് ഉപവസിക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്വസ്ഥമായിട്ട് വന്ന് ഭസ്മമൊക്കെ തൊട്ട് നിത്യകർമ്മമൊക്കെ ചെയ്ത്, ഞാൻ ജപമൊക്കെ ചെയ്യുന്നവർ അതൊക്കെ ചെയ്തതിന് ശേഷം വന്ന് ഒരു വിളക്ക് കത്തിച്ച് തെക്ക് വടക്കായിട്ട് തിരിയിട്ട് കത്തിക്കുക. നല്ലപോലെ ചാണകമോ ഭസ്മമോ ചാരമോ കൊണ്ട് ആ വിളക്കിൻ്റെ മുമ്പ് വശത്ത് മെഴുകി വൃത്തിയാക്കുക. കൈയൊക്കെ കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം, ഇച്ചിരി ചന്ദനം, കുറച്ച് ചെറുപൂള, തുളസി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുഷ്പങ്ങൾ ഇത്രയും സംഘടിപ്പിച്ച് വെക്കണം. പിന്നെ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി വറ്റിച്ച്, അത് വേവിച്ച് വറ്റിച്ചെടുക്കണം. അത് വെള്ളം ഊറ്റല്ല വേണ്ട, വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിൽ നെയ്യ് ചേർത്ത്
എടുത്ത് മാറ്റി വെക്കണം, കുറച്ച് എള്ളെടുത്ത് വെക്കണം, 2 പിടി എള്ള് അത്രയൊക്കെ വേണ്ടൂ. പിന്നെ പവിത്രമോതിരം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഉണ്ടാക്കാം, പവിത്രമോതിരം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ. കറുകപ്പുല്ലോ ദർഭപ്പുല്ലോ 1 പിടി പറിക്കണം, ഒരു ശകലം. എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ പോയി കുളിച്ചിട്ട് വരണം. ബലി ഒരുക്കി കഴിഞ്ഞ് വീണ്ടും കുളിക്കണം എന്നാണ്. ഓക്കെ. മനസ്സിലായി. ഇനി ആ മെഴുകിയ സ്ഥലത്ത് ഒരു തൂശനിലിടുക, തെക്കോട്ട് തല വരുന്ന വിധത്തിലിടുക. ഇത് പുരുഷന്മാരെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ശരി. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇത്ര ഒന്നുമില്ല. അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് 3 ഉരുള എള്ള് കൂട്ടി ഉരുട്ടി പിടിച്ച്, പൂവും എള്ളും എല്ലാം ചേർത്ത് പിടിച്ച് 3 ഉരുള പിതൃക്കൾക്കും നമ്മളുടെ പിതൃഗണങ്ങൾക്കും പിതൃസഞ്ചയത്തിന് സങ്കല്പിച്ച് 3 ഉരുള ഉരുട്ടി വെച്ചാൽ മാത്രം മതി. കഴിഞ്ഞു. നമ്മൾക്ക് ഇച്ചിരി കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഇടേണ്ടി വരുന്നത്. കാരണം അവരെടുക്കുന്ന ഈ ഗർഭാധാനം എന്ന് പറയുന്ന വലിയ വ്രതം ഉണ്ടല്ലോ, ആ വ്രതം നമുക്കില്ലല്ലോ. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഒരു ചെറിയൊരു എഫേർട്ട് എടുത്താലും അത് വലുതായിട്ട് വരും. എക്സ്ട്രാ പവറാണ്. ശരിക്കും പറഞ്ഞാൽ തുളസിപ്പൂ ആരാധിച്ചാൽ മതി. അവർക്ക് അത് തന്നെ മതി. ഒരു ആരെങ്കിലും ഒരാൾ, അനിയനോ ചേട്ടനോ ആരെങ്കിലും ബലിയിടുമ്പോൾ സഹോദരി നിന്ന് ഒരു പൂവ് എടുത്ത് പിടിച്ച് അങ്ങോട്ട് തൊഴുതാൻ വീട്ടു ഓം നമോ നാരായണായ എന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ആയി. നമുക്കുള്ളതായി പറഞ്ഞത്. വീണ്ടും ഒരുക്കി വന്നതിന് ശേഷം തൂശനിലെടുത്ത് വെച്ച് കറുകപ്പുല്ലോ ദർഭപ്പുല്ലോ വിരിച്ചിടുക. വിരിച്ചിടുന്നതിന് ശേഷം അവിടെ നിന്ന് തളിച്ച് വൃത്തിയാക്കി എല്ലാം എടുത്തതിന് ശേഷം ഒരു ഉരുള നല്ലപോലെ ഉരുട്ടി ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്ന 2 കൈ കൊണ്ടും എടുത്ത് പിടിച്ച് പിതൃക്കളെ, അതായത് നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു പോയ മൃതിയായ ആളുകൾ അല്ലേ, നമുക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റാതായി പോയവർ, മരങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ഇവരെ എല്ലാം സങ്കല്പിച്ച് ഒരു ഉരുള ഉരുട്ടി അവിടെ വയ്ക്കുക. ഓക്കെ. മനസ്സിലായി. പിന്നെ ഇതുവരെ അവനവനുണ്ടായിരുന്ന പിതൃസഞ്ചയങ്ങളിൽ നമ്മളുടെ കുടുംബത്തിലെ പിതൃക്കളില്ലേ, പൂർവികരായ പിതൃക്കൾ, നമ്മളുടെ DNA വഴി വന്ന ആളുകളില്ലേ, മനസ്സിലായി, അവരെല്ലാം സങ്കല്പിച്ച് ഒരു ഉരുള വയ്ക്കുക. 3ാമത്തെ ഉരുള മൊത്തത്തിലുള്ള ലോകയില്ലേ, പിതൃലോകത്തിന് മൊത്തമായിട്ട് നാളെ അങ്ങോട്ടാണ് നമുക്കും എൻട്രി. അപ്പോൾ അവിടെ അവരെ സങ്കല്പിച്ച് ഒരു ഉരുള അവിടെ വയ്ക്കുക. 3 ഉരുള പിതൃക്കളെ സങ്കല്പിച്ച് ഇതുവരെ നമുക്കുണ്ടായിരുന്ന പിതൃക്കളെ മുഴുവൻ, ആ മന്ത്രമൊക്കെ അങ്ങനെയാണ്, പിതൃവംശേ മൃതായേജ മാതൃവംശേ തദേവജ എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ഉണ്ട് അതിന്. അപ്പോൾ അതൊക്കെ വിട് നിങ്ങൾ, അതൊന്നും വേണ്ട, സങ്കല്പം മാത്രം എടുക്കുക. ഇതുവരെ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ സഹായിച്ച മൃതരായിട്ടുള്ള സകല ആളുകളെയും സങ്കല്പിച്ചുകൊണ്ട് ഒരു ഉരുള വയ്ക്കുക. അത്തരത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടായ പുറകോട്ടുള്ള പിതൃസഞ്ചയത്തെ സങ്കല്പിച്ച് ഒരു ഉരുള കൂടി വയ്ക്കുക. മുഴുവനായിട്ടുള്ള പിതൃലോകത്തെ സങ്കല്പിച്ച് ഒരു ഉരുള കൂടി വയ്ക്കുക. എള്ള് കയ്യിലെടുത്ത് പിടിച്ച് വെള്ളം ചേർത്ത് ചന്ദനവും പൂവും ചേർത്ത് ഒരു 9 പ്രാവശ്യം ഓരോ ഉരുളയിലും എള്ളോട് കൂടി വെള്ളം വീഴ്ത്തുക. 9 പ്രാവശ്യം പിതൃതീർത്ഥം വഴി വീഴ്ത്തുക. ഇങ്ങനെ ചെയ്യണം. അത് നമ്മൾ എള്ള് കയ്യിൽ വെച്ചിട്ട് പാത്രം കൊണ്ട് പയ്യെ വെള്ളം ഒഴിച്ച് വീഴ്ത്തുക. കഷ്ടപ്പെട്ട് അങ്ങ് വീഴ്ത്തുക, അത്രേ ഉള്ളൂ. അതിനുശേഷം കൈയൊക്കെ കഴുകി 2 കൈയിലും പൂവെടുത്ത് പിടിച്ച് തൊഴുതു പിടിച്ച് അഷ്ടാക്ഷരി മന്ത്രം ജപിച്ച് ഓം നമോ നാരായണായ എന്ന് ജപിച്ച്, അല്ലെ നാരായണ 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 എന്ന് ജപിച്ച് തൊഴുതു പിടിച്ച് ഓരോ പിണ്ടത്തിലും പൂവാരാധിച്ച് തൊഴുതതിന് ശേഷം 3 നെയ്ത്തിരി ഈ പിണ്ടത്തിന് മുകളിൽ കത്തിച്ച് വയ്ക്കുക. ഓക്കെ. എന്നിട്ട് ആ പിതൃക്കളെ ഒന്ന് സ്മരിച്ച് ഒരു 10 സെക്കൻഡെങ്കിലും ആ സ്മരണയിലിരിക്കുക. എന്നിട്ട് ഈ പിണ്ടം എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഇതെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു കുഴിയെടുത്ത് മൂടിയിടുക. അത്രേ ചെയ്യേണ്ടൂ. ഇതിലും എളുപ്പത്തിൽ ഇനി ചെയ്യാൻ പറ്റില്ല. ഇത്ര ലളിതമായിട്ട് എത്രയും പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നമുക്ക് അടുത്ത 1-2 ബലി കൊണ്ട് ഇതിൻ്റെ മന്ത്രങ്ങളും വ്യവസ്ഥയായിട്ട് ഇടുന്നത് എങ്ങനെയാണെന്നും ഇതെല്ലാം പിന്നീട് പഠിക്കാം. പക്ഷെ ഇപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾ, ഇത് നന്നായി വ്യവസ്ഥയായിട്ട് ബലി പഠിച്ച ആളുകളില്ലേ, അവർക്കുള്ള എക്സ്ക്യൂസ് അല്ല ഇത്. മനസ്സിലായി. അവർ വ്യവസ്ഥാപിതമായിട്ട് തന്നെ അവർ നിങ്ങൾ പഠിച്ച പോലെ തന്നെ ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക. മനസ്സിലായി. ഇത് ഇന്ന് വരെ ജീവിതത്തിൽ ബലിയിടാത്തവർക്കും ഈ ബലിയിടുന്ന എങ്ങനെയെന്ന് അറിയാത്തവർക്കും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ബലിയിടാതിരിക്കാൻ നോക്കുന്നവർക്കും ഒക്കെ വേണ്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കിയതാണത്. ഇത് ചെയ്തതിന് ശേഷം പിന്നെ വലുതായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടകവാവ് വരുന്ന അവസരത്തിൽ നമുക്ക് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് പിതൃക്കളെ, നമ്മുടെ പരമ്പരയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ബലി ചെയ്യുന്നത്. അങ്ങ് തന്ന അറിവിന് വളരെ നന്ദി.